ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് ഒരുപാട് റൂമുകൾ, ഇതിൽ പ്രധാന റൂം ഇതാണ് എന്ന് പറയുന്നൊരു സിസ്റ്റമുണ്ട്. അത് ശരിക്കും വാസ്തവമാണോ? ഒരു കുഞ്ഞു കുഞ്ഞു കാരണങ്ങൾ ഡെവലപ്പ് ചെയ്ത് കാണിക്കുന്നു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു കന്നിമൂലയിൽ കിണർ വന്നാൽ ആ കുടുംബം അതിന് കൊടുക്കേണ്ട വില വളരെ വലുതാണെന്ന് എത്രയോ കാലമായി ഞാൻ പറയുകയാണ്. പക്ഷേ അങ്ങനെ ഒരു ഫോൾട്ട് ആ വീട്ടിലുള്ളവയെ പഞ്ചഭൂതങ്ങളുടെ ചേർക്ക, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷൻ അവിടെ ഇല്ലെങ്കിൽ വാസ്തു നെഗറ്റീവ് എനർജി സ്പ്ലിഡ് ആവും അവിടെ. ഇത് അവരുടെ മൈൻഡിലാണ് ആദ്യം വന്ന് പിടിക്കുക. ഹായ്, നമസ്കാരം. വാസ്തുപരമായി പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അശ്വിനി. പതിവ് പോലെ നമ്മുടെ കൂടെ വാസ്തുമേഖലയിൽ ഒരുപാട് എക്സ്പീരിയൻസും ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ള ആസ്ട്രൽ തങ്കച്ചൻ സാറാണ് കൂടെയുള്ളത്. സാർ നമസ്കാരം. നമസ്കാരം സാർ. ഇപ്പോൾ ഒരുപാട് പേര് സാറിൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ കുറവായിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നില്ല. എന്തായിരുന്നു സാറിൻ്റെ തിരക്കായിരുന്നോ ഈ ഒരു മേഖലയിൽ? ഓക്കെ. അതായത് കാരണം കുറച്ച് കൂടുതൽ കോൾസ്, പക്ഷെ എല്ലാവരുടെ കോൾ ഞാൻ എടുക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ചെന്നെത്താൻ പറ്റില്ല. കോളാണെങ്കിൽ നമുക്ക് എടുക്കാം, പക്ഷേ എത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റില്ല. എന്നാലും പരമാവധി എല്ലാ ഭാഗങ്ങളിലും എത്താറുണ്ട്. കുറച്ച് ആൾക്കാർക്ക് താമസിക്കുന്നുണ്ട്. വർക്കൊക്കെ നന്നായിട്ട് പോകുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിന് കാരണമാണ് താമസിച്ചത്. സാർ ഇപ്പം എങ്ങനെയാണ് അവിടെ പോയി സ്ഥലങ്ങളിലൊക്കെ പോയി ചെയ്യുന്നു കൊടുക്കുന്നുണ്ടോ? അങ്ങനെ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ വീട് ഇപ്പം ന്യൂമറോളജി ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ന്യൂമറോളജി എന്ന് വെച്ചാൽ ഒരു ഫോണിലൂടെ അവരുടെ പ്രശ്നങ്ങൾ എന്നോട് പറയാം. ഒരുപക്ഷെ നേരിട്ട് കാണുന്നതിനേക്കാൾ വളരെ വ്യക്തമായി ഇന്നത്തെ സാങ്കേതിക വിദ്യയുടെ സഹായത്തിൽ നമുക്ക് ഒരു ന്യൂമറോളജി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പക്ഷേ വീട് എങ്ങനെയാണ് പറ്റുക? പല ആൾക്കാരുടെയും പലപ്പോഴും സാർ പ്ലാൻ അയച്ചു തന്നാൽ മതിയോ, സാറൊന്ന് നോക്കി പറയണേ, ഞങ്ങൾ ചെയ്തോട്ടെ എന്ന്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പണി ചെയ്യാൻ പോവാണ്. അതിനൊരു ഹ്യൂജ് എക്സ്പെൻസാണ് അവരുടെ മുന്നിലുള്ളത്. പക്ഷേ ഈ വാസ്തു ഫലങ്ങൾ അല്ലെങ്കിൽ വാസ്തുവിലൂടെ അറിയേണ്ട ഭാഗങ്ങൾ അവർ ഫോണിലൂടെ അറിയാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു വലിയൊരു തെറ്റാണ് അവരവിടെ ചെയ്യുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലമായിട്ട് എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം, മാക്സിമം എല്ലാ ഫോണും എടുക്കുന്നു. ഒരുപക്ഷെ എനിക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ വർക്ക് കഴിഞ്ഞ് തിരിച്ചു വിളിക്കും. ഇനി അതും പറ്റില്ലെങ്കിൽ ആ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഓഫീസിലോട്ടാണ് അയക്കുന്നത്. എല്ലാവരെയും തിരിച്ച് വിളിച്ചോ, എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ അത്രയും കെയർഫുള്ളായിട്ട് കോൾസ് അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു ന്യൂമറോളജി സംശയങ്ങളോ അല്ലെങ്കിൽ ആസ്ട്രോ സൈഡ് എന്തെങ്കിലും സംശയങ്ങളോ നമുക്ക് ഫോണിലൂടെ ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് സംസാരിക്കാം. സോ അതിലൂടെ അവർക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാവും. പക്ഷെ ഒരു വാസ്തു പ്രശ്നം, ഇവർക്ക് എന്നെ വിളിക്കുന്ന പല ആൾക്കാർക്കും ദിക്കുകൾ പോലും അറിയില്ല വ്യക്തമായി. മറ്റു ചില ഭാഗങ്ങളിൽ വിദിക്കുകളായിരിക്കും, ഡിഗ്രി മാറ്റം സംഭവിച്ച ലാൻഡ് ആയിരിക്കും. അപ്പോൾ ഇവർ കിഴക്കിനെ ഓർമ്മിച്ചുകൊണ്ടാണ് ഇവർ ദിക്കുകൾ പറയുന്നുണ്ടെങ്കിലും അവിടെ സ്ഥലത്തിലോട്ട് പോകുമ്പോൾ ഇവർ പറയുന്ന ദിക്കുകൾ ശരിയല്ല, പക്ഷേ ഡിഗ്രി മാറ്റവും സംഭവിക്കുന്നു. പിന്നെ ഒരു വാസ്തു ടെക്നീഷ്യൻ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു പ്രാപ്തമുള്ള ആളായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അത് പ്രാപ്തം എന്ന് വെച്ചാൽ ആ വാസ്തു പ്രശ്നങ്ങൾ അവിടെ പോയി എന്നെ ഖണ്ഡിക്കുക എന്നുള്ളത് അതിനൊരു പ്രാപ്തം വേണം. സോ നിരന്തരമായ പ്രാക്ടീസുകളിൽ എന്നെപ്പോലുള്ള ഒരുപാട് ടെക്നീഷ്യൻ അങ്ങനെ പ്രാപ്തം പേറിയ ഇത്തരം വർക്കുകളിലോട്ട് ആനയിക്കപ്പെടുന്നത് തന്നെ. അപ്പോൾ ഒരു വീട്ടിൽ ഒരുപക്ഷെ എൻ്റെ വ്ളോഗുകൾ കണ്ട് ഒരുപാട് ആൾക്കാർ പെർഫെക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫോൾട്ട് എന്താണെന്ന് അവർ അറിയുന്നുമുണ്ട്. പക്ഷേ അവർക്കത് ഖണ്ഡിക്കാൻ പറ്റുന്നില്ല ആ വാസ്തു പ്രശ്നം. അതിന് ബലിഷ്ഠമായ ഒരു തീരുമാനത്തോടെ ആ പ്രശ്നം ഇന്ന് തീർക്കണം എന്നുള്ള രീതികളിൽ അവർക്ക് സ്വയം താല്പര്യപ്പെടാൻ പറ്റുന്നില്ല. ഇതാണ് ഒരു പ്രാപ്തവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ. പക്ഷെ ഒരു ടെക്നീഷ്യൻ അങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ അദ്ദേഹം അതിൻ്റെ ഭാവങ്ങളെല്ലാം വളരെ കൃത്യമായി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയും അത് കൃത്യമായി ഖണ്ഡിക്കുകയും ആ വീടിനെ ബ്ലെസ് ചെയ്യുകയും തിരിച്ചു പോരുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെങ്ങനെ ഫോണിലൂടെ നടക്കും? പക്ഷേ ഒരു ടെക്നീഷ്യൻ ആ വീട്ടിലോട്ട് പോകുമ്പോൾ മാത്രമാണ് അവരുടെ കൺമറഞ്ഞിരിക്കുന്ന പല സത്യങ്ങളും മറ്റൊരാളിലൂടെ അവർക്ക് തന്നെ വെളിപ്പെടുത്തുന്നത്. ഇപ്പോൾ ഉദാഹരണം, ഇന്നലെ ഞാനൊരു വീട്ടിലോട്ട് പോകായിരുന്നു. അവിടെ ഒരു പൂജാ റൂമാണ്, നോർത്ത് ഈസ്റ്റ്. അത് എൻ്റെ കണ്ണും മറയുന്നു. എൻ്റെ കണ്ണും മറച്ചോ സത്യം. 2 വീട് ചെക്ക് ചെയ്യാണ്, ഒരേപോലത്തെ പ്ലാനിലെ ഒരു പ്ലോട്ടിനകത്തുള്ള 2 വീടാണ്. പക്ഷെ ഒരു വീട് എനിക്ക് നോർത്ത് ഈസ്റ്റ് ഒരു പൂജാ റൂം ഇരിക്കുന്നു എന്നുള്ളത് എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഞാൻ കണ്ടു, പക്ഷെ അത് വരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് 2ാമത്തെ വീട്ടിലോട്ട് കയറി അവിടെ നിന്ന് ഈ വീട് നോക്കുമ്പം അവിടുത്തെ നോർത്ത് ഈസ്റ്റിലൊരു പൂജാമുറി ഇരിക്കുകയാണ്. സോ പ്രശ്നം കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അത് മാറ്റിയാൽ അവരുടെ പ്രശ്നം കഴിഞ്ഞു. കാരണം വടക്ക് കിഴക്ക് കോർണറിൽ ഒരു പൂജാമുറി, അതിന് തനിച്ചൊരു ഡോറ്, കഴിഞ്ഞു, അത് നടക്കില്ല. അപ്പോൾ അത് പ്രാപ്തം. അപ്പോൾ അവർ പറഞ്ഞു പൂജയല്ല സാറേ, നമ്മളിത് എങ്ങനെ എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞു. അവരുടെ മാനസികമായി അവർക്കത് പറ്റില്ല മാറ്റാൻ. അപ്പോൾ ഒരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ ആ പ്രാപ്തമുള്ള ഒരാൾ അവിടെ ചെല്ലുകയും അത് ഭയപ്പെടേണ്ട, പൂജാമുറി അവിടെ ഇരുന്നാലും ദൈവം നിങ്ങളോടുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, അതിനെ കൺസ്ട്രക്ഷൻ ബേസിൽ തന്നെ ക്ലിയർ ചെയ്യുക, മറ്റൊരു ഭാഗത്തോട്ട് മാറ്റുക, ഇത്തരം രീതികളിൽ അവരോട് സാവധാനം പറഞ്ഞു കൊടുക്കുമ്പം അവർക്കത് മാനസികമായി അവർക്ക് അംഗീകരിക്കാൻ കഴിയുകയും
പെട്ടെന്ന് അവർക്ക് ചെയ്യാൻ കഴിയും. കാരണം ആ പ്രാപ്തമുള്ള ഒരാൾ ആ എനർജിയെ ഖണ്ഡിക്കുകയാണ്. ഒരു വാസ്തു ടെക്നീഷ്യൻ ആ വീട്ടിലോട്ട് പോയി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിനുമായി ഒരു എനർജി ഉണ്ടാവും. ഓരോ തൊഴിലിനും ഒരാൾ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിയോഗിക്കപ്പെട്ട വ്യക്തി അവിടെ പോവുകയും അദ്ദേഹത്തിൻ്റെ ഒരു എനർജി അവിടെ ഉപയോഗിച്ചുകൊണ്ട് ആ വാസ്തു രീതികളിലുള്ള നെഗറ്റീവ് എനർജിയെ ഖണ്ഡിക്കുകയും അവരുടെ മൈൻഡ് ഫ്രീ ആക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞാൽ അവർക്ക് അത് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നു. ഇത് ഒരുപാട് നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് വീട് നോക്കിയ ഒരാളാണ്. കേരളത്തിൻ്റെ അകത്തും കേരളത്തിൻ്റെ പുറത്തും ഇന്ത്യക്ക് പുറത്തും വാസ്തുരീതികളിൽ സഞ്ചരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരാളാണ്. ഒരു പഠന മാർഗം പോലെ എല്ലാം വളരെ സൂക്ഷ്മമായി ഞാൻ ശ്രദ്ധിക്കുകയാണ്, പഠിക്കുകയാണ്. ഓരോ വർഷവും എനിക്ക് വന്നു ചേരുന്നത് പുതിയ പുതിയ അറിവുകളാണ്. ഇന്നും പഠിക്കുകയാണ്. അപ്പോൾ നഗ്നമായ സത്യങ്ങളാണ് ചിലതെല്ലാം. ചില ആൾക്കാർ അവരുടെ കയ്യിൽ കാശുണ്ടാവും, അവർക്ക് പരിചയമുള്ള കോൺട്രാക്ടറും പണിക്കാരും ഉണ്ടാവും. പക്ഷേ ആ വർക്ക് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതാ വീട് ഒരു മനുഷ്യനെ പോലെ, ഒരു പ്രതികാര ബുദ്ധിയുള്ളൊരു മനുഷ്യനെ പോലെ ആ വീട് പ്രവർത്തിക്കുക. കാരണം പഞ്ചഭൂതങ്ങളുടെ ചേർക്ക അതല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷൻ അവിടെ ഇല്ലെങ്കിൽ വാസ്തു നെഗറ്റീവ് എനർജി സ്പ്ലിഡ് ആവും അവിടെ. ഇത് അവരുടെ മൈൻഡിലാണ് ആദ്യം വന്ന് പിടിക്കുക, അവരുടെ ബുദ്ധിയിലാണ് ആദ്യം വന്ന് പിടിക്കുക. പിന്നെ അവരെ ചെയ്യാൻ അനുവദിക്കില്ല. മറ്റു പല കാരണങ്ങളും അവരുടെ പിന്നിൽ വേട്ടയാടും. അങ്ങനെ ഒരു പരിധിവരെ നല്ലൊരു നഷ്ടം ഏറ്റുവാങ്ങിയതിന് ശേഷം പിന്നെ ആയിരിക്കും അവർക്ക് ആ സത്യം മനസ്സിലാവുക. പക്ഷെ വാസ്തു എന്നുള്ളത് ഒരു പുസ്തകം വായിക്കുകയോ കുറച്ച് യൂട്യൂബ് ചാനലുകൾ കാണുകയോ, ഇതെല്ലാം ഞാൻ പറയാം, എനിക്ക് സമയം ഉണ്ടാഞ്ഞിട്ടില്ല, ഇപ്പോൾ തന്നെ എനിക്ക് പിടിപ്പതിന് പണിയുണ്ട്. എങ്കിലും ഇതിൻ്റെ യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ടെക്നീഷ്യനെ തിരഞ്ഞെടുക്കുക. ഈ ടെക്നീഷ്യനെ തിരഞ്ഞെടുക്കുന്നതിലാണ്, അല്ലെങ്കിൽ വാസ്തു വിദ്വാൻ. ഈ ടെക്നീഷ്യൻ എന്ന് പറയുമ്പോൾ പല ആൾക്കാരും പറയുന്നത് ഈ ടെക്നീഷ്യൻ പുതിയ വാക്കാണല്ലോ. എനിക്കിങ്ങനെ വാസ്തു മഹർഷി, വാസ്തു ആചാര്യൻ, വാസ്തു പ്രഭു ഇങ്ങനെയൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല. അതൊരു ടെക്നിക്കാണ്, ഒരു സൂത്രമോ. അപ്പോൾ അതുകൊണ്ട് അതിനെ ഉപയോഗിക്കുന്നതിനാൽ ടെക്നീഷ്യൻ എന്ന് പറയാൻ നിൽക്കണം. തമിഴിലൊക്കെ നിപുണരെന്ന് പറയും. എല്ലാവർക്കും ഒരേ അർത്ഥം തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇനിയിപ്പോൾ നിങ്ങളുടെ മനസ്സിലാവുന്ന ഭാഷയിൽ വാസ്തു മഹാചാര്യൻ അങ്ങനെയാണെങ്കിൽ പോലും ഈ മഹാ ആചാര്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിലാണ് ടാസ്ക്. കൃത്യമായ ആളെ തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായ വർക്ക് നടക്കും. ഇതിനകത്തൊരു കർമ്മ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ സമയം അവർക്ക് അനുകൂലമാണ് എന്നുണ്ടെങ്കിൽ അവരത് കൃത്യമായ ടെക്നീഷ്യനെ തിരഞ്ഞെടുക്കും. ഒരുപക്ഷെ അനുകൂല അവസ്ഥ അല്ല എന്നുണ്ടെങ്കിൽ അവർ പരിഹാരക്രിയയിലോട്ട് പോകും. ഹോമം, കുഞ്ഞ് തിങ്സുകളൊക്കെ വീട്ടിൽ കെട്ടിത്തൂക്കി പറയുന്നില്ലേ, വിൽപ്പന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് ആ ഫോൾട്ട് ഞാൻ ചോദിക്കട്ടെ, ഒരു കിണറിന് ചുറ്റും തെറ്റാണെന്ന് അറിഞ്ഞിട്ട് മതിൽ കെട്ടുന്നു. കിണറിന് ചുറ്റും മതിൽ കെട്ടുന്നത് എന്തിനാ? അത് തെറ്റാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് മതിൽ വെച്ച് കെട്ടുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നു, തെറ്റിനല്ലേ നിങ്ങൾ മാറ്റേണ്ടത്? അപ്പോൾ തെറ്റുണ്ടെന്നർത്ഥം. ഉദാഹരണം, ഒരു വീട്ടിനുള്ളിൽ പാമ്പ് നുഴഞ്ഞു. ആ പാമ്പിനെ നമ്മൾ കണ്ടുപിടിച്ച് എത്രയും വേഗം അതിനെ നമ്മൾ പുറത്താക്കുക. അതിന് പകരം അവിടെ ഒരു CCTV ക്യാമറ വെച്ച് പാമ്പ് പുറത്തു വരുമ്പോൾ കൃത്യമായി ക്യാമറയിൽ പതിയും നമ്മളതിനെ പിടിക്കാമെന്ന് ഇരിക്കുന്നതാണോ ഉചിതം? തെറ്റിനെ മാറ്റുക. പല ഭാഗങ്ങളിൽ ഞാൻ കണ്ടുവരുന്നൊരു ഫോൾട്ടുണ്ട്, കെട്ടിമറച്ചാൽ പോരെ എന്ന്. ഈ കെട്ടിമറച്ചുകൊണ്ട് എത്ര പേര് സക്സസ് ആയി എന്നുള്ളത് ഒരു ടെക്നീഷ്യൻ എന്നുള്ള നിലയ്ക്ക് നേരിട്ടുള്ള അനുഭവം. ഒന്നും സംഭവിക്കില്ല. ചെറിയൊരു താൽക്കാലിക ആശ്വാസം പോലേക്ക് വരും. അത് അവരത് ചെയ്തതിൻ്റെ സൈക്കോളജിക്കൽ കംഫർട്ടാണ്. അവർ കുറച്ച് ധൈര്യമായിട്ടിരിക്കുക, പിന്നെ പഴയ അവസ്ഥയിലോട്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് കെട്ടിമറയ്ക്കൽ വാസ്തു യൂട്യൂബിൽ നിന്ന് കണ്ട് സ്വയം അതിനെ എല്ലാവർക്കും ശരിയാക്കാം. നിങ്ങൾക്ക് നോളജിനനുസരിച്ച് നിൽക്കും ആ ഒരു പ്രാപ്തമുള്ള ആൾക്കാരിൽ പലരും ഉണ്ട്. ഇപ്പോൾ എന്നോട് സംസാരിക്കുന്ന പല ആൾക്കാരും ഈ വ്ളോഗുകൾ, ഇപ്പോൾ ഈ ചാനൽ മാത്രമല്ല പല ചാനലിൽ ഞാൻ സംസാരിക്കുന്ന എല്ലാം കളക്ട് ചെയ്ത് നല്ലൊരു എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടു. ഞാൻ അവരോടെല്ലാം നല്ല സൗഹൃദത്തിലായിപ്പോൾ. കാരണം ഇതെങ്ങനെ നിങ്ങൾക്ക് സാധിച്ചു? എനിക്കൊരു ഭയങ്കര ഇഷ്ടവും കൂടിയാണ്. എൻ്റെ വ്ളോഗ് കാണുകയും അതിനെ ഫോളോ ചെയ്യുക, അതിനെ നോട്ട്സ് ആയിട്ട് എടുക്കുകയും അതേപോലെ അവർ സ്വയം അത് വർക്ക് ചെയ്യുകയും അതിലൂടെ അവർ റിസൾട്ട് എടുക്കുകയും എന്നെ വിളിച്ച് ആ സന്തോഷം പറയുകയും ചെയ്യുന്നത് ഒരു ടെക്നീഷ്യൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് എനിക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മനുഷ്യനല്ലേ ഞാൻ, എനിക്കും ചില ചാപല്യങ്ങളുണ്ടല്ലോ. ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കേട്ട് അവർ സ്വന്തമായി വാസ്തു വിശ്വസിച്ച് ചെയ്തവർക്കും അവർക്ക് ഹാപ്പിയാണെന്നുള്ളത് അറിയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു താല്പര്യം കൂടെ. പക്ഷേ പല ആൾക്കാരും റിവേഴ്സായിട്ടാണ് ചെയ്യുന്നത്. കേട്ടത് പാതി കേൾക്കാത്തത് പാതി ആ വീട്ടിനകത്ത് സ്വയം എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിനും കാശ് ചിലവാക്കി കൂനിന്മേൽ കുരുവാക്കും. അത് ഒഴിവാക്കാനാണ് ഇത്രയും ഡീറ്റെയിലായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. മറ്റത്തിലെ ചോദ്യങ്ങളിലോട്ട് കിടക്കാം. ഇത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായില്ലേ? ഇപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയം ആണ്, ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് ഒരുപാട് റൂമുകൾ, ഇതിൽ പ്രധാന റൂം ഇതാണ് എന്ന് പറയുന്നൊരു സിസ്റ്റമുണ്ട്. അത് ശരിക്കും വാസ്തവമാണോ? ഇന്ന മുറി പ്രധാനമാണ് എന്നുള്ളത് എല്ലാവരുടെയും ഈ പല ആൾക്കാർ ഇതൊരു പുതിയ ന്യൂജൻ സ്റ്റൈലിൽ വരെയാണ്. ഇപ്പം ഒരു വീടിനകത്ത് കുറച്ച് മുറികൾ ഉണ്ടാവുമല്ലോ, അറ്റ്ലീസ്റ്റ് ഒരു സിംഗിൾ ബെഡ്റൂം, ഡബിൾ ബെഡ്റൂം,
അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ ഓപ്പൺ കിച്ചൺ, ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള വ്യാവസായിക രീതിയിൽ ഇന്ന് ഭവന നിർമ്മാണം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും ഒരു കുഞ്ഞു കുഞ്ഞു കാരണങ്ങൾ ഡെവലപ്പ് ചെയ്ത് കാണിക്കുന്നു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരു കന്നിമൂലയിൽ കിണർ വന്നാൽ ആ കുടുംബം അതിന് കൊടുക്കേണ്ട വില വളരെ വലുതാണെന്ന് എത്രയോ കാലമായി ഞാൻ പറയുകയാണ്. പക്ഷേ അങ്ങനെ ഒരു ഫോൾട്ട് ആ വീട്ടിലുള്ളവയെ ഇവരെന്നെ വിളിച്ച് ചോദിക്കുന്നത് ബീറോയുടെ വാതിൽ വലത്തോട്ട് തുറക്കണോ ഇടത്തോട്ട് തുറക്കണോ എന്നാണ്. അവരുടെ ജീവൻ തന്നെ, അതല്ലെങ്കിൽ അവരുടെ മറ്റുള്ള എല്ലാ സ്വപ്നങ്ങളെയും കുഴിച്ചു മൂടാൻ പാകം മറ്റൊരു ശത്രു കന്നിമൂലയിൽ നിൽക്കുകയാണ്. അതിനവർ ശ്രദ്ധിക്കുന്നില്ല. ആ ബീറോ വലത്തോട്ട് തുറക്കണോ ഇടത്തോട്ട് തുറക്കണോ എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് കിട്ടുന്ന ചോദ്യങ്ങളൊക്കെ രസകരമായ ചോദ്യങ്ങളാണ്. അപ്പോൾ അതേപോലത്തെ പോലെ ഈ മുറികളിൽ പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുല്യ പ്രാധാന്യമാണ്. കാരണം ഈശാന്യ വാതിൽ അല്ലെങ്കിൽ ഈശാന്യ പൊസിഷൻ, ഇപ്പം ഞാൻ പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ പൊസിഷൻ പ്ലാനാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈശാന്യത്തിലുള്ള ഭാഗം അതൊരു മുറിയായിരുന്നാലും അതൊരു ഹോളായിരുന്നാലും അതിന് അതിൻ്റെതായിട്ടുള്ള പഞ്ചഭൂത വാല്യൂ അർഹിക്കുന്നു. ജലം. ഇപ്പോൾ ആഗ്നേയ ഭാഗത്തൊരു ബെഡ്റൂം ഉണ്ടെന്ന് വെക്കുക, അതല്ലെങ്കിൽ ഒരു കിച്ചൺ ഉണ്ടെന്ന് വെക്കുക, അതല്ലെങ്കിൽ അവിടെ ഒരു ഡൈനിങ് പോലെ ചെയ്ത് എന്ന് വെക്കുക. ആഗ്നേയത്തിനുള്ള പ്രശസ്തി അവിടെ ഉണ്ടാകുന്നു, അഗ്നി. നൈരുതി ഭാഗത്ത്, അതായത് കന്നി, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ നൈരുതി, കന്നി, കുബേര മൂല, കുബേര ദിക്ക് വടക്ക, കുബേര മൂല, ഇങ്ങനെയൊക്കെയാണ് കന്നിയെ കൂടുതൽ ആൾക്കാർ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ബെഡ്റൂം വരിക എന്നുള്ളത് ഉത്ഭവത്തിനും ആ ലീക്കേജ് അറസ്റ്റ് ചെയ്യാനും എനർജി സ്റ്റോർ ചെയ്യാനുമുള്ള ഭാഗമാണ്. അത് അതിൻ്റെതായിട്ടുള്ള കാരകത്വം ആ റൂം പേരുന്നു ഭൂമി, പിന്നെ വായുവ്യം. അപ്പം ഓരോ മൂലകളിലുമുള്ള റൂമിന് അതിൻ്റെതായിട്ടുള്ള ധർമ്മമുണ്ട്. ഈ 4 ധർമ്മങ്ങളും കൂടി ചേരുമ്പോഴാണ് ആകാശഭൂതം എന്നുള്ള മേലിൽ നിന്നും താഴോട്ടുള്ള ഒരു ഗ്രാവിറ്റേഷൻ ഇതിനെ സമാന്തരമായി വ്യാപിപ്പിച്ച് കൃത്യതയോടെ നിർത്തുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു മൂല ലീക്കായി കഴിഞ്ഞാൽ അതിൻ്റെ വാസ്തുദോഷം ആ മൂലയിൽ ഒരുപാട് വ്ലോഗുകൾ ഞാൻ പറഞ്ഞ ശാരീരിക, മാനസിക, സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ബാധിക്കപ്പെടുന്നു. സോ ഒരു പ്രധാനം കുറഞ്ഞ മുറി എന്ന് ഒരു വീടിനില്ല. ഒരുപക്ഷെ എൻ്റെ ഭാഷയിൽ ഒരു പ്രധാന മുറി എന്ന് ഒരു ചോദ്യത്തിന് ഉത്തരമായി ഞാൻ പറയണമെങ്കിൽ അത് വടക്ക് കിഴക്ക് ഭാഗങ്ങളാണ്. വടക്ക് കിഴക്ക് കൊടുക്കുന്ന മുഖ്യത്വം, വടക്ക് കിഴക്കിൻ്റെ തെറ്റുകളെ തിരുത്തുക, വടക്ക് കിഴക്കിൽ തെറ്റ് വരാതിരിക്കുക. അപ്പം അങ്ങനെ ഒരു പൊസിഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം ഒരു നല്ല രീതിയിൽ ആ വീടിൻ്റെ വാസ്തു ഫോൾട്ടുകൾ നമുക്ക് പരിഹരിച്ചോ ബാലൻസ് ചെയ്തോ പോകാൻ പറ്റും. പക്ഷേ വടക്ക് കിഴക്ക് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ വ്യാപകമായ വാസ്തുദോഷങ്ങൾ അതല്ലെങ്കിൽ നിർഭാഗ്യങ്ങൾ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അപ്പം എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ ഞാനൊരു മറുപടി പറയട്ടെ. എന്തെങ്കിലും ഒരു മറുപടി പറയേണ്ടത് എല്ലാം ഒന്നാന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ മറുപടി പറയേണ്ട ഒരു നിർബന്ധിത ഘട്ടത്തിൽ ആ മറുപടി വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഒരു വായു വെളിച്ച സഞ്ചാരവും വെയിറ്റ് ആൻഡ് ഹൈറ്റ് ബാലൻസിങ്ങും ആ വടക്ക് കിഴക്ക് നിന്നും ഉണർന്നു വരുന്ന എനർജിയെ സമർത്ഥമായി അകത്തോട്ട് ആനയിക്കേണ്ട വാതിലുകളും ജന്നലുകളും എന്നേ ഞാൻ പറയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ മനോഹരമായ വീഡിയോസിനും കൂടുതൽ അറിവുകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു.